5 ലക്ഷം രൂപയുണ്ട്. പിടിച്ചേ. നിങ്ങൾ ഓർത്തോ ഇത്? നിങ്ങൾ ഓർത്ത് അച്ഛൻ ഒരു 1 ലക്ഷം രൂപ തന്നിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്? ഇതാണോ വീട്? ഇത് വീടാ? ഇതെങ്ങനെ വീടെന്ന് പറയുന്നത്? മറിഞ്ഞ് മണ്ടയ്ക്കോട്ട് വീണു. അപ്പോഴത്തേക്കും എനിക്ക് കൈ മേലാത്തതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റത്തില്ല. കഷ്ടം. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇവരെ കാണാതിരിക്കാൻ പറ്റിയില്ല. കണ്ട് ഇവരെ ചേർത്ത് നിർത്തി ഇവരുടെ കാര്യങ്ങൾ കണ്ട് സഹായിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് ഓടി വന്നതാണ് ഞാൻ. ചെങ്ങന്നൂരാണ് സ്ഥലം. അപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെയൊക്കെ കിടക്കേണ്ടവരാണോ? ആണോ? അല്ലല്ലോ. ഇത് ബാഗൊക്കെ ആയിട്ട് നിങ്ങൾ ഇറങ്ങിയതാണോ? എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല അല്ലേ? കുറച്ച് തുണി കിട്ടിയായിരുന്നു. ബാക്കി ഷീറ്റ് മഴ നനയാത്ത അതെല്ലാം പിറക്കി എടുത്തിട്ട് കുറച്ച് തുണി കിട്ടി അതും പിറക്കി എടുത്ത് പോകുന്നു അല്ലേ? എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്കായാലും നിങ്ങൾ താമസിച്ച വീട്ടിലേക്കൊന്ന് പോവാം. എനിക്ക് വീട് കാണണ്ടേ? അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിവിടെ വഴിയില്ല വസ്തുവിന്. ഇതൊരാളുടെ പറമ്പ. ഇതിനകത്തൂടെ വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. വീട് ഇതാണോ വീട്? ഇത് വീടാ? ഇതെങ്ങനെ വീടെന്ന് പറയുന്നത്? ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്? രാത്രി പാമ്പിൻ്റെ ഒക്കെ ശല്യമുണ്ട്. പാമ്പിൻ്റെ ശല്യമുണ്ടോ? സമ്മതിക്കണം. കഷ്ടം. ഞാനും വീണേനെ ശരിക്കും പറഞ്ഞ. ഇവിടെയാണ് താൻ ഇന്നലെ കാറ്റത്തും മഴയത്തും ഈ ഷെഡ് പൊളിഞ്ഞു പോയി അല്ലേ? അതെ, ഞാനിവിടെ ഇരിക്കുമായിരുന്നു. ഇത് മറിഞ്ഞ് മണ്ടയ്ക്കോട്ട് വീണു. അപ്പോഴത്തേക്കും എനിക്ക് കൈ മേലാത്തതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റത്തില്ല. നമുക്കും ഇല്ല അമ്മയൊക്കെ അല്ല, ഈ നമുക്കും ഇല്ല അനിയന്മാരൊക്കെ. ഈ അവസ്ഥ അവർക്ക് വന്നെങ്കിൽ സഹിക്കുമോ? ഈ പാവം അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊന്നും അറിയാനില്ല. പാവം അതിനെ കാണുമ്പം സത്യം പറഞ്ഞാൽ അതിന്റെ കരച്ചിൽ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഒരു അനിയൻ കരയുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഇവരെ സഹായിക്കണ്ടേ നമുക്ക്? നിങ്ങൾ ശരിക്കും ഈ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്ന പോലെ എനിക്ക് എന്നാ പറയുന്നത്? 5 വർഷം കൊണ്ട് ഈ ഷെഡിനകത്ത് താമസിക്കും. 5 വർഷം ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം ഒന്നുമില്ല അല്ലേ? 24-25 വയസ്സുള്ള ആളാണ്. ആൾക്ക് കൈക്ക് മേല സ്വാധീനക്കുറവാണ്. ഇവർക്ക് ഈ വീടിൻ്റെ അകത്ത് കിടന്നാൽ, നിങ്ങൾക്കറിയാം വീടെന്നൊക്കെ പറയുന്നതിന് ഒരു ഇതില്ലേ, ഇതിന് വീടെന്ന് പറയാൻ പറ്റില്ല. വീടിൻ്റെ അകത്ത് കിടക്കുമ്പോൾ പേടിയാണ്. പാവങ്ങൾ പോവുകയാണ് പല സ്ഥലങ്ങളിലും. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും പോയി കിടക്കുവാണ് ബന്ധുക്കളുടെ വീട്ടിൽ. കാരണം വേറെ നിവൃത്തിയില്ല. ഈ ബാഗും കുറച്ച് തുണിയായിട്ട് പോവുകയാണ്. ആരോട് ചോദിക്കാട്ടോ? ഇവിടെയൊന്നും ആൾക്കാരില്ലേ ചേച്ചി നിങ്ങളെ ഒന്ന് സഹായിക്കാൻ? ഇവരെ സഹായിക്കാൻ ഒന്നും വേണ്ട. ഒരു 100 രൂപ കൊടുക്കാൻ ഒരാൾക്ക്. ആഹാരം പോലും കഴിക്കുന്നില്ല ഇവര്. കാശില്ല, വരുമാനമില്ല. അച്ഛൻ മരിച്ചു 5 വർഷം മുമ്പ്. ആകെ ഈ പയ്യനാണ്. ഇയാൾക്കാണെങ്കിൽ കൈ കൈക്ക് സർജറിക്ക് ലക്ഷങ്ങൾ വേണം. സർജറി ചെയ്യണം. എന്തവസ്ഥ അല്ലേ? ഞാനൊരു എമൗണ്ട് തരട്ടെ. ഇപ്പം ഇത് 1 ലക്ഷം രൂപയുണ്ട്. ഇത് പിടിച്ചേ. ഇനി ഞാൻ പൊക്കോട്ടെ? വലതുകൈയുടെ സ്വാധീനം. കാശ് വേണം അല്ലേ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ? ഈ വീട് നന്നാക്കണ്ടേ നിങ്ങൾക്ക്? ഞാൻ ഈ 1 ലക്ഷം തന്നിട്ട് പോയാൽ നിങ്ങൾക്ക് വിഷമം വരുമോ? ഇല്ല. നിങ്ങൾ നോക്കിക്കേ ഈ പാവത്തിന്റെ മനസ്സ്. അമ്മച്ചി പറഞ്ഞല്ലോ ഈ 1 ലക്ഷം തന്നപ്പോൾ നിങ്ങളുടെ ഞാൻ മുഖം ഒന്ന് കാണുമായിരുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഒന്നും ആവില്ല. അമ്മച്ചി ഈ എമൗണ്ട് ഒന്ന് നോക്കിയാൽ അമ്മച്ചി. 5 ലക്ഷം രൂപയുണ്ട്. പിടിച്ചേ. നിങ്ങൾ ഓർത്തോ ഇത്? നിങ്ങൾ ഓർത്ത് അച്ഛൻ ഒരു 1 ലക്ഷം രൂപ തന്നിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്? ഇത് നിങ്ങൾ ഓർക്കുക, ഈ കാശ് ഇവരുടെ കുടുംബത്തിന് ഒരു വഴിത്തിരിവാവുകയാണെങ്കിൽ അത് നമുക്കും ദൈവത്തിന് മുമ്പിലും ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഈ 5 ലക്ഷം രൂപ, അതായത് സർക്കാരിന് കൊടുക്കാനുള്ള TDS കഴിഞ്ഞതിന് ശേഷമുള്ള ഈ എമൗണ്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹാപ്പിയായോ? അവരോട് പറഞ്ഞു തന്ന ഹാപ്പിയാണ് ജനങ്ങളോട്. ഇത് ഞാൻ പറയിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയണം, നിങ്ങളിത് കേൾക്കണം. നിങ്ങളെ ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി ഫണ്ടുകൾ പല കാര്യത്തിന് വേണ്ടി കൊടുക്കില്ല. ഇതുപോലെയുള്ള പാവങ്ങളെ തേടിപ്പിടിച്ച് കൊടുക്കുക. നിങ്ങൾ ഇവരെ ഞാൻ കാണിച്ചു കൊടുക്കുവാണ് ജനങ്ങൾക്ക് മുമ്പിൽ. ഇവർക്ക് കൊടുക്കണം. ഇവരർഹപ്പെട്ടവരാണ്. നമുക്ക് കുറേ നാളത്തേക്കുള്ള ചിലവിനുള്ള കാശുകൾ തരും. അച്ഛനുണ്ടാവും, ആടെ ഒപ്പം ഉണ്ടാവും. ആരെയും പേടിയില്ല, തടയാനും ആർക്കും പറ്റില്ല. കാരണം ദൈവമുണ്ട് എൻ്റെ മുമ്പിൽ, സ്നേഹിക്കുന്ന ജനങ്ങളും ഉണ്ട്. പൊക്കോട്ടെ അച്ഛൻ? സന്തോഷമായിട്ടില്ലേ? ഓക്കെ, അത് വേണ്ട. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, പൊക്കോട്ടെ.